സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ യാത്രികനെ കുറിച്ചാണ് ഇനി. വെറുമൊരു യാത്രികനല്ല, ഇന്ത്യയുടെ സ്വന്തം തെരുവുകളിൽ നിന്ന് അമേരിക്കൻ നിരത്തുകളിലെ താരമായി മാറിയ ഒരു നായയാണ് നമ്മുടെ ഇന്നത്തെ ഹീറോ. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും നമ്മൾ ഒരുപാട് കൗതുക വാർത്തകൾ കേൾക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ റോഡരികിലും തെരുവുകളിലുമൊക്കെ നമ്മൾ സ്ഥിരം കാണാറുള്ള നായ്ക്കളിൽ ഒരാൾ ഇന്ന് അമേരിക്കയിൽ വലിയൊരു സെലിബ്രിറ്റിയാണ്. വെറുമൊരു ഫേമസ് ഡോഗ് മാത്രമല്ല, സിംബൽ ഓഫ് പീസ്, അതായത് ലോക സമാധാനത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ് ആലോക എന്ന ഈ മിടുക്കൻ. 19 ബുദ്ധ സന്യാസിമാർക്കൊപ്പം 3700 കിലോമീറ്റർ നീളമുള്ള ഒരു മഹായാത്രയിലാണ് ആലോക. ഈ ഇൻസ്പിറേഷൻ സ്റ്റോറിയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ നാട്ടിലെ ഒരു നാടൻ നായ എങ്ങനെ അമേരിക്കയിൽ എത്തിയെന്ന്, അല്ലെ? ഇതിന് പിന്നിൽ ഒരു മനോഹരമായ കഥയുണ്ട്. ഈ കഥ തുടങ്ങുന്നതും ഇന്ത്യയിലാണ്. ഏകദേശം 4 വർഷങ്ങൾക്ക് മുൻപ് കൊൽക്കത്തയിൽ നിന്ന് നേപ്പാൾ ബോർഡറിലേക്ക് ബുദ്ധ സന്യാസിമാർ ഒരു സമാധാന യാത്ര നടത്തിയിരുന്നു. ആ യാത്രക്കിടയിലാണ് ഈ നായ അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. ആരും വിളിക്കാതെ തന്നെ അവൻ ആ സന്യാസിമാരുടെ കൂടെ കൂടി. ഒരുപക്ഷെ ആ സന്യാസിമാരുടെ ശാന്തതയും സ്നേഹവും ഒക്കെ കണ്ടിട്ടാകാം അവൻ അവരുടെ കൂടെ കൂടിയതും. യാത്രക്കിടയിൽ അവൻ ഒരു ആക്സിഡന്റ് പറ്റി ഗുരുതരമായി പരിക്കേറ്റു. സന്യാസിമാർ അവനെ ഉപേക്ഷിച്ചില്ല, പകരം അവനെ കയ്യിലെടുത്ത് കൃത്യമായ ട്രീറ്റ്മെന്റ് ഒക്കെ നൽകി ചികിത്സിച്ച് ഭേദപ്പെടുത്തി. സുഖം പ്രാപിച്ചപ്പോൾ അവനെ എവിടെയെങ്കിലും വിടാൻ അവർ ശ്രമിച്ചുവെങ്കിലും ആലോക അവരെ വിട്ടുപോകാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ സന്യാസിമാർ അവനെ തങ്ങളുടെ കൂടെ കൂട്ടി. സംസ്കൃതത്തിൽ ദിവ്യപ്രകാശം എന്നർത്ഥം വരുന്ന ആലോക എന്ന പേരും അവന് നൽകി. പിന്നീട് നിയമപരമായ എല്ലാ നടപടികളും പൂർത്തിയാക്കി അവർ അവനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ ആലോക വാർത്തകളിൽ നിറയുന്നത് അമേരിക്കയിൽ നടക്കുന്ന വാക്ക് ഓഫ് പീസ് എന്ന ലോങ് മാർച്ചിലൂടെയാണ്. ലോകമെമ്പാടും സമാധാനവും അഹിംസയും കരുണയും പ്രചരിപ്പിക്കുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം. ടെക്സസിലെ ഹ്യൂങ്ഡാവോ വിപാസന ഭവന സെന്ററിൽ നിന്ന് തുടങ്ങി വാഷിംഗ്ടൺ DC വരെയാണ് ഇവരുടെ നടത്തം. ഏകദേശം 2300 മൈലുകൾ, അതായത് 3700 കിലോമീറ്ററോളം ദൂരമാണ് സന്യാസിമാർക്കൊപ്പം ആലോകയും കാൽനടയായി സഞ്ചരിക്കുന്നത്. മനസ്സിന്റെ സമാധാനം, മുറിവേറ്റ ഹൃദയങ്ങളുടെ ഉണർവ് എന്നിവയാണ് ഈ യാത്രയിലൂടെ അവർ ലോകത്തിന് നൽകുന്ന സന്ദേശം. ഭരണകൂടങ്ങളും രാജ്യങ്ങളും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മനസമാധാനവും പരസ്പര സ്നേഹവുമാണ് ഏറ്റവും വലുതെന്ന് ഈ സന്യാസിമാരും ആലോകയും ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അമേരിക്കയിലെ 10 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ യാത്രയിൽ ആലോക ഇന്നൊരു തരംഗമാണ്. ഓറഞ്ച് നിറത്തിലുള്ള ഒരു സ്പെഷ്യൽ ജാക്കറ്റ് ഒക്കെ ഇട്ട് സന്യാസിമാരുടെ മുന്നിൽ വളരെ ശാന്തനായി നടന്നു പോകുന്ന ആലോകയെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. വഴിയിലുടനീളം അമേരിക്കൻ ജനത അവന് വലിയ സ്വീകരണമാണ് നൽകുന്നത്. പലരും അവനെ കാണാനും ഫോട്ടോ എടുക്കാനും തടിച്ചുകൂടാറുമുണ്ട്. പലരും ആലോകയ്ക്ക് സ്പെഷ്യൽ കോട്ടുകളും ഭക്ഷണവും ഒക്കെ സമ്മാനിക്കുന്നുമുണ്ട്. ഇനി ഈ താരം ആലോകയ്ക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത്. അതുപോലെ തണുപ്പുള്ള സമയങ്ങളിൽ സന്യാസിമാർ അവനെ വണ്ടിയിൽ കയറ്റാൻ നോക്കിയാലും അവൻ അത് സമ്മതിക്കാറില്ല. അവൻ സന്യാസിമാരുടെ സ്റ്റെപ്പിനനുസരിച്ച് വളരെ കൃത്യമായി അവർക്കൊപ്പം തന്നെ നടക്കുകയാണ് ചെയ്യുന്നത്. മൃഗങ്ങൾക്ക് പോലും സമാധാനത്തിന്റെ ഭാഷ മനസ്സിലാകുമെന്നതിന് ഇതിലും വലിയൊരു എക്സാമ്പിൾ വേറെയില്ല എന്ന് പറയണം. ആലോകയുടെ ഈ യാത്ര നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. സ്നേഹത്തിനും കരുണയ്ക്കും ഭാഷയോ അതിരുകളോ ഇല്ല. ഇന്ത്യയിലെ ഒരു സാധാരണ തെരുവിൽ നിന്ന് തുടങ്ങിയ ആ ബന്ധം ഇന്ന് ലോകത്തിന് മുഴുവൻ മാതൃകയായി മാറിയിരിക്കുന്നു. അക്രമം നിറഞ്ഞ ഈ ലോകത്ത് സമാധാനമായി ജീവിക്കാൻ വലിയ ആയുധങ്ങളല്ല, മറിച്ച് അല്പം കരുണയും ശാന്തതയുമാണ് വേണ്ടത് എന്ന് ഈ പീസ് ഡോഗ് തെളിയിക്കുകയാണ്. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളും തർക്കങ്ങളും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിനും കരുണയ്ക്കും അതിരുകളില്ലെന്ന് ആലോക നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും സമാധാനമായി ജീവിക്കാൻ അവകാശമുണ്ടെന്ന് ഈ യാത്രയിലൂടെ ബുദ്ധസന്യാസിമാർ തെളിയിക്കുകയാണ്. ഒരു തെരുവ് നായിൽ നിന്ന് പീസ് ഡോഗായി മാറിയ ആലോകയുടെ ഈ ജേർണി വല്ലാത്തൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. വാഷിംഗ്ടൺ DCയിൽ അവസാനിക്കുന്ന ഈ യാത്ര സമാധാനത്തിന്റെ ഒരു പുതിയ ചരിത്രം തന്നെ ആയിരിക്കും കുറിക്കുക. ആലോകയുടെ ഈ അത്ഭുതകരമായ യാത്ര ഫെബ്രുവരിയിൽ വാഷിംഗ്ടണിലാണ് അവസാനിക്കുന്നത്. ലോകത്തിന്റെ സമാധാനത്തിനായി ആലോക നടന്നു തീർക്കുന്ന ഓരോ കിലോമീറ്ററും വരും തലമുറയ്ക്ക് ഒരു വലിയ പാഠമായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.